കൂട്ടുകാരെ വീണ്ടും അങ്ങനെ നമ്മളെ വീണ്ടും ഒരു ക്രിസ്മസ് കാലം ഇവിടെ ആഗതമായിരിക്കുകയാണ്. അപ്പൊ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് അവധി നമ്മൾ വീട്ടിലാണ് കേട്ടോ. അപ്പൊ വീട്ടിലോട്ട് പോകുന്ന അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. എല്ലാ കൂട്ടുകാർക്കും കസീം ഭായ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹ സ്വാഗതം. അങ്ങനെ കൈമാരെ നമ്മൾ വീട്ടില് എത്തിയിട്ടുണ്ട്. ഇപ്പൊ വീട്ടിലെ അവസ്ഥ വളരെ ദയനീയമാണ്. ഒരു മാസത്തിന് മുമ്പാട്ടോ, ഞാൻ ഏകദേശം ഒരു മാസം 20 ദിവസമായി ഞാൻ വീട്ടിൽ നിന്ന് പോയിട്ട്. അതുപോലെ തന്നെ അത്രയും ദിവസമായി ഉമ്മച്ചിയും പോയിട്ട്. അങ്ങനെ ഇത്രയും ദിവസമായിട്ട് നമ്മളെ വീട് അടഞ്ഞു കിടക്കായിരുന്നു. അതുകൊണ്ട് നമ്മളെ പറമ്പിലും നമ്മളെ മുറ്റത്തും എല്ലായിടത്തും കാടൊക്കെ കയറി ആകെ ദയനീയമായ അവസ്ഥയിലാണ് കേട്ടോ. ഇതി കർത്തവ്യ മൂഢനായി ഞാൻ അങ്ങനെ എല്ലാം നോക്കി നിന്ന് കണ്ടിരിക്കല്ലാണ്ട് വേറെ രക്ഷയില്ലായിരുന്നു കേട്ടോ. ഇതിനി പഴയതുപോലെ ആക്കി എടുക്കുക എന്നുള്ളത് വലിയ ടാസ്ക് പിടിച്ച കാര്യമാണ്. അപ്പൊ അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. തെങ്ങിലെ ഓലയൊക്കെ വീണ കിടപ്പുണ്ട്, കപ്പള മരത്തിലെ കപ്പളങ്ങ താഴെ വീണ് കിടപ്പുണ്ട്, നമ്മുടെ ചെടികളെല്ലാം കരിഞ്ഞുണങ്ങി ആകെ പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏറെ സങ്കടം അതാണ്. നമ്മൾ ഇത്രയും ലാളിച്ചും സ്നേഹിച്ചും തലോടിയും വളർത്തിക്കൊണ്ടുവരുന്ന മക്കളെ പോലെയാട്ടോ എനിക്ക് എൻ്റെ ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിങ്ങനെ ഉണങ്ങി പോവുക എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ചങ്ക് പറയുന്ന ഒരു വേദനയാണ്. ഞാൻ ചിലപ്പോ ഒക്കെ പറയാം ആ പോട്ട് എല്ലാം കരിഞ്ഞു പോട്ടെ എന്ന് മനസ്സുകൊണ്ട് പായ കൊണ്ട് പറയെങ്കിലും മനസ്സുകൊണ്ട് എനിക്ക് വല്ലാത്ത വേദനയാണ് കേട്ടോ. കാരണം ഞാൻ അതിന്റെ ഓരോ ഇലകൾ വരുന്നതും ഓരോ മുട്ടുകൾ വരുന്നതും ഭയങ്കര ആസ്വദിക്കുന്ന ഒരാളാണ്. എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളുമാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു അവസ്ഥ. ഇതെല്ലാം കണ്ടപ്പോൾ ആകെ ചങ്ക് തകർന്നു പോയി ഗൈസ്. വീടിന്റെ ചുറ്റോട് ചുറ്റും ഞാനിങ്ങനെ നോക്കിക്കാണും, എല്ലായിടത്തും കാട് കയറി. നമ്മുടെ വീടിന്റെ തറ വരെ കയറി കാട് കിടക്കുക കേട്ടോ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മുടെ ബാഗൊക്കെ അവിടെ വെച്ച് ഞാൻ വേഗം നമ്മുടെ ഗേറ്റ്, നമ്മുടെ ഗ്രില്ല് തുറക്കാണ്ട്. ഗ്രില്ല് നോക്കും, ഗ്രില്ലിൽ അതിലേറെ അവസ്ഥയാണ്. കാരണം ഗ്രില്ലിലെല്ലാം കൂടി തുരുമ്പ് പിടിച്ചിട്ട് വാല് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അങ്ങനെ ഓരോ വാലിങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മണിച്ചിത്രത്താഴിലെ ഒരു ഇത് ഓർമ്മ വന്നു കേട്ടോ. മറ്റേ മണിച്ചിത്രത്താഴിൽ നാഗവല്ലി ആ വീട്ടിലോട്ട് കയറി ചെല്ലുന്ന ഒരു സീനില്ലേ, മ്യൂസിയൊക്കെ വെച്ചിട്ട് ഇയാറത് എന്ന് ചോദിക്കുന്ന സീനൊക്കെ അതൊക്കെ എനിക്ക് ഓർമ്മ വരും. സത്യം പറയാം, വീട്ടിനുള്ളിലോട്ട് കയറുമ്പോൾ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം. ഇത് നമ്മുടെ വീടാണോ, ഇത് വേറെ ഏതോ വീടൊക്കെ പോലെയൊക്കെ ഒരു തോന്നലിട്ടോ. സത്യം പറഞ്ഞാൽ ആകെ 1.5 മാസമേ ആയിട്ടുള്ളൂ, പക്ഷെ അത്രയും ഭീകരമായിരുന്നു. കാരണം വീട്ടിൽ ആളില്ലാതെങ്കിലും ഒരു അവസ്ഥ ഇതാട്ടോ. എട്ടുകാലി വന്നിട്ട് എന്നെ നോക്കി പേടിപ്പിക്കുന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഓർഡറാകുന്നുണ്ട്, അങ്ങനെ ഓടിച്ചു വിട്ടു കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് വെച്ച് നമ്മുടെ കുപ്പിയൊക്കെ ഇങ്ങനെ അതിന്റെ പൊക്കത്തൊക്കെ മണ്ണാല കീറി ആകെ വൃത്തികേടായിട്ടുള്ള കേട്ടോ. ഏറ്റവും ശല്യം ഇവിടെ പല്ലിയുടെ ശല്യം കേട്ടോ. പല്ലി ഇങ്ങനെ അപ്പിയിട്ട് വീട് മൊത്തം നിറച്ചു വെച്ചിട്ടുണ്ട്. ഓരോ ഭാഗവും ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കാണ്. അതുപോലെ തന്നെ ഓരോ ഭാഗത്തും മണ്ണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മളെ കട്ടളപ്പടിയുടെ ഒരു അവസ്ഥ കേട്ടോ. കട്ടളപ്പടി ഞാൻ ഇന്നാളിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇത് ചെതല കേട്ടോ, ചെതല പിടിച്ചതിന്റെ ഉള്ളില് എല്ലാം തുറന്ന് കളയുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറെ സിമെന്റ് എടുത്ത് പൊത്തി ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം വീടിന്റെ ഉള്ളൊക്കെ വൃത്തിയാക്കിയ ശേഷം ഞാനിത് ആ മീൻകാരന്റെ ഒച്ച കേട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോവാട്ടോ. മത്തിയാണ് കിട്ടിയത്, അയില ഉണ്ടായിരുന്നു. പക്ഷെ നല്ല കുഞ്ഞും മത്തി നല്ല വൃത്തിയായിട്ട് കണ്ടപ്പോ തന്നെ ഞാൻ അതാ മേടിച്ചത്. വീട്ടില് കുഞ്ഞാമ്മയുണ്ട് കേട്ടോ. ഉമ്മച്ചിയും കുഞ്ഞാമ്മയും ഞാൻ വന്നതിന് ശേഷം വന്നാണ്. അവര് വന്നതിന് ശേഷം പിന്നെ ഞാന് മീനൊക്കെ മേടിച്ചു. അകത്തെ പണി വെറുതെ ചെയ്തിട്ട് ഞാൻ മുറ്റത്തിറങ്ങി മുറ്റത്ത് ഓരോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അല്ല മക്കളെ, അങ്ങനെ ഒരുമാതിരിപ്പെട്ട് ചെത്തിപ്പെറുക്കി ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഗൈസ്. മടുത്തു കിട്ടോ സത്യം പറഞ്ഞാല്. അപ്പം ഒരുമാതിരി ഞാൻ വൃത്തിയാക്കി ഇവിടം വരെ. ഇപ്പൊ 2 ദിവസമായിട്ടുള്ള നമ്മുടെ മുറ്റത്തെ പരിപാടിയായിരുന്നു, ചെത്തലും പെറുക്കലും ഒക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു മാസമായിട്ട് വീട് അടച്ചു പോയതിന്റെ കേട്ടോ. അപ്പൊ നമ്മുടെ ചെടികളൊക്കെ കുറേയൊക്കെ ഉണങ്ങി അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ വലിച്ചു പറിച്ച് കളഞ്ഞു, ഉണങ്ങിയ പാവൊക്കെ. അപ്പൊ ഞാൻ ഇതുണ്ട്, ഇതിനകത്തെല്ലാം ചെടികൾ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ APC ഒക്കെ ആകെ വൃത്തികേടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ തന്നെ ഞാൻ ഇനിയിപ്പോ നമുക്ക് പുതിയത് നടണം കേട്ടോ. നടണമെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലേ പുതിയതായിട്ട് ചെടികളൊക്കെ നടുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ കാര്യമില്ല, ഇതിനകത്ത് എല്ലാ ചെടികളും ഉണങ്ങിപ്പോയി. നമ്മുടെ നല്ല നല്ല ചെടികളാണ് മൊത്തം പോയത്. റോസയൊക്കെ ആണെങ്കിലും കുറേയൊക്കെ ഉണങ്ങിയ പാകം ഇപ്പൊ നനച്ച് കുറച്ചൊക്കെ അവരെ ഉഷാറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ ഞാൻ പുറത്തോട്ട് വെച്ചു. എല്ലാവരും ഒന്ന് ആവശ്യമില്ലാത്ത ഉണങ്ങിയ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇനി ഒരുപാട് പണികളുണ്ട് കേട്ടോ. അപ്പൊ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ മതി, ഉണങ്ങിപ്പോയതൊക്കെ പോയി. ഇനിയിപ്പോ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കല്ല് കണ്ടില്ലേ, എല്ലാം പോയി.
ഇത് നമ്മുടെ അരേലിയായിരുന്നു. അരേലിയല്ല, ഞാനന്ന് കമ്പ് കെട്ടിട്ടെല്ലാം വന്നായിരുന്നു കേട്ടോ. കണ്ടോ, അരിയിലയൊക്കെ അരിഞ്ഞുണങ്ങി കരിപ്പളമായി കേട്ടോ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സങ്കടപ്പെട്ടിരുന്നിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല. ഇനി പുതിയത് നട്ട് ഞാനിവിടെ ഉണ്ടെങ്കിലേ ഇനി ചെടികൾ നടുന്നുള്ളൂ. അപ്പോൾ കുറേയൊക്കെ ഞാൻ ഈ മരത്തിന് ചുവട്ടിലോട്ട് നനച്ച് വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം കുറേ ഭാഗമൊക്കെ വൃത്തിയാക്കി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. എനിക്ക് വർത്താനം പറയാൻ വയ്യ കേട്ടോ, ശ്വാസം മുട്ടുന്നു. അപ്പോൾ ഇവിടുന്ന് തൊട്ട് ഇനി അങ്ങോട്ട് കാടാണ്. അതിനിപ്പോൾ എന്നെ കൊണ്ട് ചെത്തിയാലും വൃത്തിയാവില്ല. ഇപ്പോൾ ഏതായാലും കാട് വയക്കുന്ന ഒരാളെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. കാരണം ബാക്കിയുള്ള കാട് എന്ന് പറഞ്ഞാൽ പറമ്പ് നിറച്ചും കാടായിട്ട് കിടക്കുവാണ്. അപ്പം നാളെയും മറ്റന്നാളും അവർ വരുള്ളൂ. അവർക്കും തിരക്ക് സമയമാണ്, ക്രിസ്മസ് തിരക്കൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഈ കാട് മുഴുവനായിട്ട് കിടപ്പുണ്ട് കേട്ടോ. കാക്ക എന്നെ നോക്കി എന്തെല്ലോ പറയുന്നു. ഓ കാക്കയുണ്ട്, ഉപ്പനും ഉണ്ട്. അവന്മാർ നമ്മുടെ പുറകെ നടക്കുക. നിങ്ങൾ ഇത്ര ആൾ എവിടെയായിരുന്നു ഒക്കെ ചോദിക്കുന്നേ. ഫൈനലി നമ്മുടെ മുറ്റം നോക്കി ഇതുപോലെ വൃത്തിയായിട്ടുണ്ട്. അപ്പം ഞാൻ ചെത്തിക്കോരി ഏകദേശം ഇത്രമാത്രം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറെ കഷ്ടപ്പാടുണ്ടായിരുന്നു, പക്ഷെ കഷ്ടപ്പെട്ടില്ലേ കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ ചെയ്യുന്ന നമ്മുടെ റോസയൊക്കെ ഒന്ന് ഫുള്ള് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണേ. നല്ല അടിയോട് കൂടി തന്നെ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ കുറെ ഭാഗമാണ് ഈ കമ്പുകളൊക്കെ ഉണങ്ങി നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഇനി വെക്കുന്നില്ല. മൊത്തമായിട്ട് തന്നെ ഹാർഡ് പ്രൂണിങ് എന്ന് പറഞ്ഞാല് മിക്ക കമ്പുകളും ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തു. ഇനി ഈ ചെടീന്റെ ചോടെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് നമുക്ക് ഏതെങ്കിലും കളമാന്തിയൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ചോടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലെന്തെങ്കിലും വളം ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇട്ട് കൊടുക്കുന്ന വളത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്താ പറയാ, വളക്കടയിൽ നിന്ന് പറഞ്ഞു മേടിച്ച റോസയ്ക്കൊക്കെ ഇടാൻ പറ്റിയത് വളം എന്ന് പറഞ്ഞു കേട്ടോ. നല്ല പൂക്കൾ ഇടുന്നുണ്ട് കേട്ടോ ഈ വളം ഇട്ട ശേഷം. എനിക്ക് തോന്നുന്നു ഫാക്ടറി ബോസ് ആണോ സംശയമുണ്ട്. ഞാൻ ഈ അടുത്ത പ്രാവശ്യം ചോദിച്ച് കൺഫേം ആയ ശേഷം നിങ്ങളോട് പറയാവേ. റോസയ്ക്ക് നല്ല പൂവുണ്ടാവും. അതുപോലെ തന്നെ ഏത് നമ്മുടെ മുളകിനൊക്കെ ഇട്ടാൽ നല്ലതായി മുളകിന് പൂവും കായൊക്കെ വരും. അപ്പൊ ചെടികളൊക്കെ ഒരു ഭാഗത്തൊക്കെ ഉള്ളതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, എല്ലാത്തും നനച്ചെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ള ചെടികൾ പോയത് പോട്ടെ, നമുക്ക് പുതിയ കുറച്ച് ചെടികളൊക്കെ വാങ്ങാം. അപ്പൊ പറ്റുന്ന എത്ര സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ പഴയ റോസേന്റെ ചൂടൊക്കെ നന്നായി ഇളക്കി കൊടുത്ത് അതിന്റെ ഉണങ്ങി നിൽക്കുന്ന പൂവും കമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് വളം ഇടാൻ മാത്രമുള്ള വളം എന്റെ കയ്യിലില്ല. അതിന് വളം മേടിച്ച് അതിന് ഇട്ട് കൊടുക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളായപ്പോ തന്നെ ഏകദേശം സന്ധ്യാസമയമായി കേട്ടോ. അപ്പൊ ഇത് കുഞ്ഞൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കൂട്ടുകാർ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ കാസിം കെഎം എന്ന് പറഞ്ഞ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ല്. അതുപോലെ തന്നെ യൂട്യൂബിൽ കാണുന്ന കൂട്ടുകാർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോയും വിശേഷമായിട്ട് വീണ്ടും വരാം. എല്ലാവരോടും സ്നേഹം മാത്രം. ടാറ്റാ ബൈ ബൈ.